എനിക്ക് അങ്ങനെ സ്ലൈഡൊന്നും ഇല്ല, ഡയറക്റ്റ് ക്ലാസ് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചേ. ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തോളി. നിങ്ങളെ ടോപ്പിക്ക് ഫസ്റ്റ്, നിങ്ങളെ പേര്, നിങ്ങളെ ജസ്റ്റ് ഒരു പ്രൊഫൈല് പറഞ്ഞോളി, പിന്നെ എന്താണ് ടോപ്പിക് എന്നുള്ളതും, എന്നിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തോളി കേട്ടോ. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, മീറ്റിലുള്ള എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ രണ്ടാൾക്കാർക്കും പഠിക്കാം. ഓക്കെ. ഞാൻ ഇവിടെ കേൾക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയാം. ഓക്കെ. അതിൽ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാവട്ടെ. എന്നാ തുടങ്ങിക്കോളി ഷിഫ. എൻ്റെ പേര് ഫാത്തിമ ഷിഫ. എനിക്ക് ഇന്ന് ഇവിടെ പ്രസന്റേഷന് കിട്ടിയിട്ടുള്ള ടോപ്പിക് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി. കേൾക്കുന്നില്ലേ? ഓ, കേൾക്കുന്നുണ്ട്. പറഞ്ഞോളി. ഈ 19-ാം നൂറ്റാണ്ടിന്റെ ഒരു പകുതിയൊക്കെ ആവുമ്പോഴാണ് ഈ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ അതായത് ഇങ്ങനെ സോഷ്യൽ സൈക്കോളജി വേണോ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണോ, ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ആർക്കും ഇല്ലാത്തൊരു സമയം. അതായത് ഇതിന്റെ നീഡ് എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനൊന്നും ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഈ 19-ാം നൂറ്റാണ്ട് പകുതി എന്ന് പറയുമ്പോൾ 1850 ആ ഒരു സമയത്താണ് ഈ സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ഡെവലപ്മെന്റ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ ഇങ്ങനെ 4 രീതികളിലാക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഏർലി ഇയർ, പിന്നെ ഫോർമേഷൻ, എക്സ്പെൻഷൻ, അങ്ങനെ ഒരു രീതിയിൽ പറയുന്നുണ്ട് ഇതിന്റെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ. അപ്പൊ ഇത് ഫുൾ ഇയേഴ്സിനെ കുറിച്ചാണ് പറയുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ഓരോ ഇയേഴ്സും അതിലുണ്ടായ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുതരാം. അപ്പം നോട്ട് ചെയ്തോളിട്ടോ. അപ്പൊ ഫസ്റ്റ് ഫിലോസഫർ ഹെഗലിന്റെ വർക്കിൽ ഇൻസ്പയർ ആയിക്കൊണ്ടാണ് കുറച്ച് ജർമ്മൻ റിസർച്ച് സ്കോളേഴ്സ് ഈ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു പോയിന്റ് ആയി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഹെഗലിന് ഇതിൽ ഇൻസ്പയർ ആയിക്കൊണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, പിന്നീട് 1860 ലെസോറസും പിന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സ്റ്റെൻഡലും കൂടിയിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം, വോൾക്കർ സൈക്കോളജി എന്ന് പേരില്. ബുക്കല്ല, അതൊരു ജേർണൽ എന്ന രീതിയിലായിരുന്നു പബ്ലിഷ് ചെയ്തത്, ജർമ്മൻ ലാംഗ്വേജിലായിട്ട്. അതിൽ ഈ സോഷ്യൽ സൈക്കോളജിന്റെ ആസ്പെക്ട്സ് ഒക്കെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഇത് സോഷ്യൽ സൈക്കോളജിന്റെ ഒരു ഹിസ്റ്ററിന്റെ ഭാഗത്തിൽ ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. ഇവര് സ്റ്റഡി ഓഫ് കളക്റ്റീവ് മൈൻഡ് എന്ന പേരിലാണ് ആ ജേർണൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് കളക്റ്റീവ്സ് ഓഫ് മൈൻഡ്സുകളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് 1908 സോഷ്യൽ സൈക്കോളജിക്ക് എന്ന പേരിൽ 2 ബുക്കുകൾ പബ്ലിഷ് ചെയ്യപ്പെടുന്നുള്ളത്. അതിനാണ് ദ ഏർലിയസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നുള്ളത്. ഇത് വില്യം മെക്ഡോഗളും പിന്നെ ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് റോസും കൂടിയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. 1908 അതായത് ഈ 2 ബുക്കുകൾ ആദ്യ കാലഘട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മോഡേൺ സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴുള്ള സൈക്കോളജി വെച്ച് നോക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് വളരെ ഒരു പുവർ കണ്ടീഷൻ ആയിട്ടാണുള്ളത് എന്ന് നമ്മൾ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ഈ 1908 മുമ്പ് തന്നെ, തൊട്ട് മുമ്പായിട്ട് 1879 വില്യം വൂണ്ട് ജർമ്മനിലെ ലെപ്സിക് എന്ന യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു ലബോറട്ടറി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതും സോഷ്യൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതും ഹിസ്റ്ററിയിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നീട് 1917 സോഷ്യോളജിക്കൽ മാനിഫെസ്റ്റോ എന്ന രീതിയിൽ ജോൺ വാട്സൺ അദ്ദേഹം ഒരു മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ തന്നെയാണ് ഈ സോഷ്യൽ സൈക്കോളജിന്റെ കാര്യത്തിൽ. പിന്നീട് 1924 ഫ്ലൂയിഡ് ആൽപോർട്ട് ദ അജണ്ട ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ ഒരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഈ വാട്സണും ആൽപോർട്ടൊക്കെ പറഞ്ഞിരുന്നത് ഈ സോഷ്യൽ സൈക്കോളജി ഫ്ലറിഷ് ആവണമെങ്കിൽ, അതായത് ഇതിങ്ങനെ വളർന്നുകൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു പ്രത്യേക ഒരു സയന്റിഫിക് രീതിയിലാക്കി വളർത്തണം, ഇതിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നായിരുന്നു.
അപ്പം ഇവരതൊക്കെ ഒരു ഇൻസൈറ്റിന്റെ ഭാഗമായിട്ടാണ് എന്താ പറയാ ഈ സോഷ്യൽ സൈക്കോളജി ആദ്യം ഒരു സിമ്പിൾ കോമൺ സെൻസ് ആയിട്ട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം ഇവരതൊക്കെ ഒരു ഇൻസൈറ്റിന്റെ ഇൻസൈറ്റിലൂടെയാണ് എന്താകുന്നത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ ഒരു സയന്റിഫിക് രീതിയിൽ റിസർച്ചുകളൊക്കെ കൊണ്ടുവന്നിട്ട് സോഷ്യൽ സൈക്കോളജി മാറിയിട്ടുള്ളത്. പിന്നീട് 1931-37 ആയിട്ട് എക്സ്പെരിമെന്റൽ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ ഒരു ബുക്ക് 2 പേര് കൂടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവര് എന്താണ് പേര് ലൂയിസ് മോർഫിയും ഗാർഡനർ മോർഫിയും, ഇവർ 2 പേരാണ് എക്സ്പെരിമെന്റൽ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന പേരിൽ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ആളുകളുടെ ബിഹേവിയർ ഒരു കോമ്പറ്റീഷനിൽ വരുന്ന അവസരത്തിൽ ഈ മാറ്റം വരുന്നത് എന്ന രീതിയിൽ ഒരു സ്റ്റഡി നോർമൻ ട്രിപ്ലെറ്റ്സ് 1898 പഠിച്ചിരുന്നു. സോ ഇതൊക്കെ എന്താണ് ഈ ഒരു സ്റ്റഡി എന്നുള്ളത് ഇറ്റ് വാസ് ദി ഫസ്റ്റ് സ്റ്റഡി ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന രീതിയിലും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഇത്ര ഒരു കാര്യങ്ങളാണ് എന്താണ് ഏർലി ഇയർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നുള്ളത്. ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ഒരു ബ്രീഫായിട്ട് പറയാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത സെഷൻ അടുത്തൊരു ഇത് ഫോർമേഷണൽ ഇയർ ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പോൾ ഈ സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് എന്താക്കാൻ തുടങ്ങി, ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ എന്താണ് 1950 ആ ഒരു ടൈമിൽ കർട്ട് ലെവിൻ പിന്നെ ലിയോൺ ഫെസ്റ്റിംഗർ എന്ത് ചെയ്തു, പല കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ സയന്റിഫിക് നേച്ചറിനെ കുറിച്ച്, ഈ സോഷ്യൽ സൈക്കോളജിന്റെ സയന്റിഫിക് നേച്ചർ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യാം. ആർഗ്യൂ എന്ന് പറയുമ്പോൾ അടിയല്ല, ഒരു ജസ്റ്റ് ഒരു ഡിബേറ്റ് ഫോമിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആൻഡ് ഓൾസോ കർട്ട് ലെവിൻ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് സോഷ്യൽ സൈക്കോളജി. പിന്നീട് 1954 ലിയോൺ ഫെസ്റ്റിംഗർ എന്താക്കുന്നുണ്ട്, റിസർച്ച് മെത്തേഡ്സ് ഇൻ ദി ബിഹേവിയറൽ സയൻസ് എന്ന പേരിൽ ഒരു ബുക്ക് കൂടി പബ്ലിഷ് ചെയ്തു. അല്ല, ബുക്ക് ഇദ്ദേഹം പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ബുക്കിനെ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ആ ബുക്കിലേക്ക് സോഷ്യൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും പിന്നെ സോഷ്യൽ ബിഹേവിയർ ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ബുക്കിനെ എഡിറ്റ് ചെയ്യാണ് ഇദ്ദേഹം ചെയ്തത്. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയമായപ്പോഴത്തേക്കും എന്താണ് പല പെർട്ടിക്കുലർ ടോപ്പിക്കുകൾ എടുത്ത് അതിലേക്ക് എന്താണ് സ്റ്റഡീസ് നടത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൺഫോമിറ്റിയുടെ പേരിൽ മുസഫിർ ഷെരീഫ് 1936 അതുപോലെ തന്നെ സോളമൻ നാഷ് 1952 സ്റ്റഡി നടത്തി. പിന്നെ 1974 എന്താണ് ഫിലിപ്പ് സിംബാർഡോ പിന്നെ സ്റ്റാലിനി മിലിഗ്രാം ഒബീഡിയൻസിനെ കുറിച്ചൊക്കെ എന്താണ് സ്റ്റഡീസ് നടത്താൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഈ ഒരു ഇത്ര കാര്യങ്ങളാണ് എന്താണ് ഫോർമേഷണൽ ഇയേഴ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നുള്ളത്. പിന്നെ അടുത്ത ഭാഗം എന്നുള്ളത് എക്സ്പെൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. എക്സ്പെൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് ഈ 1950, 60, 70 അതായത് ഈ 2000-ന്റെ കുറച്ച് തൊട്ട് മുമ്പായിട്ട് പല രീതികളിലേക്കും ഈ സോഷ്യൽ സൈക്കോളജിന്റെ ഫോക്കസുകൾ മാറി തുടങ്ങി. അതായത് അവരിങ്ങനെ ഓരോ പെർട്ടിക്കുലർ കാര്യങ്ങളിലേക്ക് സ്റ്റഡീസിനെ കൊണ്ടുപോകാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഫിലോസഫേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ പല കാര്യങ്ങളിലേക്കായിട്ട് സ്റ്റഡീസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നതാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നുള്ളത്. അവരെ സ്റ്റഡീസ് സ്റ്റീരിയോ ടൈപ്സ്, പ്രെജുഡൈസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ലേറ്റ് 20th സെഞ്ചുറിയിൽ ആകുമ്പോഴേക്കും അതുപോലെ തന്നെ ഇവരെന്താ ആറ്റിറ്റ്യൂഡ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡീസ് നടത്താൻ തുടങ്ങി. അതുപോലെ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് ആറ്റിറ്റ്യൂഡ്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ സ്റ്റഡീസ് കൊണ്ടുപോയി. അങ്ങനെ ലേറ്റ് 20th സെഞ്ചുറി ആകുമ്പോഴത്തേക്കും എന്തായി, ഈ ടെക്നോളജി സോഷ്യൽ സൈക്കോളജിക്കൽ റിസർച്ചിലേക്ക് നല്ല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാൻ തുടങ്ങി. നല്ല രീതിയിൽ അതിന് ഒരു അഡ്വാൻസ്മെന്റ് നടന്നു. ഈ ഒരു ടെക്നോളജിയും കൂടി ഇതിലേക്ക് വന്നതിലൂടെ എന്താക്കി, ഈ സോഷ്യൽ സൈക്കോളജിക്ക് ഇത് നല്ലൊരു പോസിറ്റീവ് രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളാണ് ഈ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. അതായത് പല രീതികളിലേക്ക് അത് എക്സ്പാൻഡ് ആയി, പല ടോപ്പിക്കുകൾ മാത്രം അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറച്ച് സൈക്കോളജിസ്റ്റിന്റെ പേരൊക്കെ പറയും. അതൊക്കെയാണ് ഈ എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നുള്ളത്. പിന്നെ ഇനി അടുത്തത് സോഷ്യൽ സൈക്കോളജി ഇൻ 21st സെഞ്ചുറി. 21st സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഇതല്ലേ 2001, അതായത് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന 21st സെഞ്ചുറി. അപ്പോൾ ഈ അതിലുള്ള സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചാണ് പറയുന്നുള്ളത്. ഈ 21st സെഞ്ചുറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ടോട്ടലി എന്താ പറയാ സോഷ്യൽ സൈക്കോളജി മാറി തുടങ്ങി. അതായത് ഇതിന്റെ ഫോക്കസുകൾക്ക് മാറി ഇങ്ങനെ ഇതിലേക്ക് വന്നു. മെയിൻ ആയിട്ട് ഇവര് എന്താ പറയാ ആളുകളുടെ ബിഹേവിയർ, മറ്റു ജനങ്ങളുടെ ബിഹേവിയർ ഒക്കെ നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെ കുറിച്ചുള്ള റിസർച്ച് ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത്
മൊത്തത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മളുടെ ഹാപ്പിനെസ്, മെയിനായിട്ട് ഹാപ്പിനെസ്, അതുപോലെ സോഷ്യൽ സിറ്റുവേഷൻ, പിന്നെ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിലൂടെ നമ്മളെ ഹെൽത്തിനെയും, അത് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഈ ഒരു കാര്യങ്ങളെയൊക്കെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഈ 21st സെഞ്ച്വറിയിൽ അവർ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ 21st സെഞ്ച്വറിയിൽ ഈ ഒരു ഇമോഷൻസ് കാര്യങ്ങളിലേക്ക് ഇതൊരു പീക്ക് ലെവലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ നമ്മളെ കൾച്ചർ, എവല്യൂഷണറി ആസ്പെക്ട്സ്, ഇതിനൊക്കെ നമ്മളെ ബിഹേവിയർ, നമ്മളെ ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ് ഈ സോഷ്യൽ സൈക്കോളജിയിലൂടെ ഇതാകുന്നതൊക്കെ ഇവർ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇതൊക്കെയാണ് 21st സെഞ്ച്വറിയിൽ മെയിനായിട്ട് പറയുന്നുള്ളത്. ടെക്നോളജി വളർന്നതും തന്നെ ഇങ്ങനെ ഇതിൽ റിസർച്ച് കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയതും ഇതൊക്കെയാണ് ഈ ഒരു 21st ഹിസ്റ്ററിയിൽ പറയുന്നുള്ളത്. പിന്നെ ഇനി ലാസ്റ്റത്തെ ഇതാണ് ടോപ്പിക്, സോഷ്യൽ സൈക്കോളജി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്കുള്ള സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നുള്ളത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബാക്കോട്ട് പോകേണ്ടി വരും. അതായത് 1928 ആര്, നരേന്ദ്രനാഥ് സെൻഗുപ്ത എന്താക്കുന്നുള്ളത്, സോഷ്യൽ സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുള്ളത്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പേരിൽ. ഇതിലെന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സോഷ്യൽ സൈക്കോളജിനെ കുറിച്ചിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇദ്ദേഹം എന്നുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചെയർമാൻ കൂടി ആയിരുന്നു. പിന്നെ ഈ ബുക്ക് ഇദ്ദേഹം മാത്രമല്ല ചെയ്യുന്നുള്ളത്, കൂടെ എന്താണ് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, ആ കോളേജിൽ തന്നെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള രാധാ കമൽ മുഖർജിയും കൂടിയിട്ടാണ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം പബ്ലിഷ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഡൗട്ട് ആ സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണോ കൽക്കട്ട യൂണിവേഴ്സിറ്റി ആണോ? സോറി മാറിപ്പോയതാ. അങ്ങനെ കാലിക്കറ്റ് ആലോചിച്ചു, യൂണിവേഴ്സിറ്റി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ആളൊക്കെ ആയിരുന്നു അന്ന്. അത് സത്യത്തിൽ അത് മാറിപ്പോയതാ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കേട്ടോ, സോറി. താങ്ക് യു സർ. കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഇങ്ങനെ അദ്ദേഹം നരേന്ദ്രനാഥ് സെൻഗുപ്ത, അപ്പൊ ഇദ്ദേഹം എന്താണ് കൽക്കട്ട യൂണിവേഴ്സിറ്റിന്റെ ചെയർമാൻ കൂടിയായിരുന്നു സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇദ്ദേഹവും പിന്നെ രാധാ കമൽ മുഖർജിയും കൂടിയിട്ടാണ് എന്താക്കുന്നുള്ളത്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പേരിലുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുള്ളത്. പക്ഷെ നമ്മൾ ടെക്സ്റ്റ് പറയുന്നുണ്ട് ഇവർ ഈ തമ്മിലുള്ള ഒരു കണക്ഷൻ അധിക കാലം ഒന്നും പോയിട്ടില്ല. കാരണം ഈ എന്താ പറയാ, ഈ സൈക്കോളജി എന്നുള്ളത് വേറെ തന്നെ ഒരു പാർട്ടായിട്ട്, അതായത് സയന്റിഫിക് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആക്കി കൊണ്ടുപോകണം ഈ സോഷ്യോളജി എന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്നുള്ളത് ഒരു ധാരണ ആയിരിക്കും ഇന്ത്യൻ സൈക്കോളജിസ്റ്റിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതിനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ ജമുന പ്രസാദ് 1934 ബീഹാറിൽ ഉണ്ടായ ഒരു എർത്ത് ക്വിക്കിൽ അതിൽ ഉണ്ടായ ആളുകൾക്ക് ഉണ്ടായ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇദ്ദേഹം എന്താണ് 35,000 എന്താണ് റൂമേഴ്സിനെ കുറിച്ചൊക്കെ എസ്റ്റാബ്ലിഷ് എന്താ പറയാ, അതിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ട് അതിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു അനലൈസ് ചെയ്ത സംഭവം ദ ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജി എന്നതിൽ 1935 പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റഡി എന്നുള്ളത് സോഷ്യൽ സൈക്കോളജിക്ക് ഒരു വെരി ഗുഡ് എന്താ പറയുക ഒരു സ്റ്റഡി ആക്കി മാറിയിട്ടൊക്കെ ഉണ്ട്. പിന്നീട് ഇങ്ങനെ കാലം മാറി, അതുപോലെ തന്നെ ഫോക്കസ് ഇന്ത്യൻ സോഷ്യൽ സൈക്കോളജിന്റെ ഫോക്കസും മാറി തുടങ്ങി. ഇന്ത്യൻ സൈക്കോളജി അതുപോലെ പ്രെജുഡൈസ്, സ്റ്റീരിയോ ടൈപ്പ്, പിന്നെ കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്, ഈ പല പല രീതികളിലേക്കുള്ള ടോപ്പിക്കുകളിലേക്ക് മാറി മാറി, അതായത് വെറൈറ്റി ടോപ്പിക്കുകളൊക്കെ എന്താക്കാൻ തുടങ്ങി, റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ ആദിനാരായൺ എന്നുള്ള അദ്ദേഹം കമ്മ്യൂണൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സ്റ്റഡി 1953 സ്റ്റഡി നടത്തി. പിന്നെ ഇദ്ദേഹം തന്നെ കാസ്റ്റ് ആറ്റിറ്റ്യൂഡ്സ് എന്ന പേരിൽ എന്നതിനെ കുറിച്ച് 1958 സ്റ്റഡി നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് റിലേഷനെ കുറിച്ചിട്ട് 1981 പിന്നെ റിലേറ്റീവ് ഡിപ്രൈവേഷനെ കുറിച്ച് മിശ്ര 1982 പിന്നെ ഇൻഗ്രാസിയേഷനെ കുറിച്ച് പാണ്ഡെ 1986 അതുപോലെ ലീഡർഷിപ്പിനെ കുറിച്ച് JBP സിൻഹ 1980 ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇവര് സ്റ്റഡീസ് ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയുക ഇന്ത്യൻ സൈക്കോളജികളുടെ സ്റ്റഡീസും ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ. ഓക്കെ.
പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഈ ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഈ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പലപ്പോഴും അമേരിക്കൻ മോഡൽസ് ഓഫ് തിങ്സും സ്കെയിൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അതിലേക്ക് എന്താക്കാണ് ഇന്ത്യൻ വേർഷൻ 5 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്യണേ. കഴിഞ്ഞ ഇന്ത്യൻ വേർഷൻ കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ ഇങ്ങനെ പറയുന്നില്ല. ആദ്യം ഏർലി ഇയേഴ്സ് പറയുന്നുണ്ട്, പിന്നീട് ഫോർമേഷണൽ ഇയേഴ്സും, പിന്നീട് അത് എക്സ്പാൻഡ് ആയി പോയതും, പിന്നെ 21st സെഞ്ചുറിയിലുള്ള സോഷ്യൽ സൈക്കോളജിയും, പിന്നെ ഇന്ത്യയിലുള്ള സോഷ്യൽ സൈക്കോളജിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് ഇത്രയുള്ള എന്റെ പ്രസന്റേഷൻ. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്, 4 മിനിറ്റ് ഉണ്ട്, സോറി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പറയാനൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ആർക്കും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? ഡൗട്ടൊക്കെ ചോദിക്കി, നല്ല പ്രസന്റ് ചെയ്ത ആൾക്ക് ഒരു ഇത് വരുള്ളൂ. സാർ ആർക്കും ഡൗട്ടൊന്നും ഉണ്ടാവില്ല, നമുക്ക് ക്ലാസ് എടുക്കാം. ഹലോ, ഷിഫ അല്ലേ ക്ലാസ് എടുത്തേ? ഷിഫ. അതെ. ഷിഫ, ഡൗട്ടൊന്നുമില്ല, അടിപൊളി ക്ലാസ് ആയിരുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ല, എന്നാലും സൂപ്പർ ക്ലാസ് ആയിരുന്നു. നല്ല ക്ലാരിറ്റിയിലാണ് കേട്ടോ സംസാരിച്ചത്. പ്രസന്റേഷനൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. റിയലി അപ്രീഷിയേറ്റ് യുവർ വർക്ക്. താങ്ക് യു സോ മച്ച്. ഏതായാലും നല്ല അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു. എന്താണ് ഷിഫക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ഇപ്പൊ ഞാൻ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് തരാന് സഹിക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നൊരു സംഭവം അതാണ്. നമ്മൾ ഇഗ്നോയിൽ പഠിക്കുന്നവർക്ക് മിസ് ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്. ഇങ്ങനത്തെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളാണ് മിസ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഷിഫക്ക് എന്ത് തോന്നി? ഇങ്ങനെ എന്താ പറയുക ഓൺലൈനിലായിട്ടുള്ള ഒരു ക്ലാസ് എന്നുള്ളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ കോളേജിൽ ഇങ്ങനെ സെമിനാർ ഒക്കെ എടുക്കുക, നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സെമിനാർ അല്ലേ. പക്ഷെ ഓൺലൈനിലുള്ളത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യുക എന്നുള്ളത്. എന്തായാലും അടിപൊളിയായി. ഇന്ന് ശരിക്കും നമുക്ക് 3 പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 2 ആളുകൾക്ക് കുറച്ച് മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് ആണ് അവർ പ്രസന്റ് ചെയ്യാതിരുന്നത്. ഏതായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് ചാൻസ് കൊടുക്കാം. പിന്നെ ഇനി ഇപ്പൊ ഇതിലേ പ്രസന്റ് ചെയ്യാനുള്ള എത്ര ആളുകളുണ്ട്? ഞാനുണ്ട്. 2 ആളാണല്ലോ ഇതിലുള്ളത്. നിതയും പിന്നെ ആരാണ്? സൽമ. ഓക്കെ ഓക്കെ. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിക്കണോ? സാർ ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. നാളേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് വരണേ. എന്റെ നോട്ട്സ് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷിലായിരുന്നു ചെയ്തത്. അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങള് ഇംഗ്ലീഷിലാണ് ചെയ്ത്, നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ് എടുത്തൂടെ? അതെ, മലയാളമാണ് കംഫർട്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ചെയ്തതായിരുന്നു. അതൊക്കെ, അത് പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്തോണ്ട് ആ ഒരു ഇതുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഇതിൽ ചെയ്താൽ മതി.
കംഫർട്ട് മലയാളം തന്നെയാണ്. ഓക്കെ ഓക്കെ ചെയ്യാ. ഓക്കെ. അപ്പൊ എന്നാല് നമുക്കെന്നാ ക്ലാസ്സിലേക്ക് കിടക്കല്ലേ? ഓക്കെ. ഏതായാലും 8 മണിയായി. ഇന്ന് നമ്മൾ 2 ചാപ്റ്ററാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ എടുക്കാനുള്ളത് ആകെ 3 ചാപ്റ്റേഴ്സ് ആണ്. ഹലോ സാറ് പറയുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാൻ സ്ലൈഡ് എടുക്കുകയാണ്. ഒരു മിനിറ്റ് കേട്ടോ. ആ ഡോറ് നടക്കണ്ട വകയ്ക്ക്. എന്നാ നീ പോണ്ടേ വേഗം പോ. ഇത് അതടന്നിട്ടാ അതൊന്നും ഇടണ്ട. ഇത് ക്യാമറ ഓൺ. ഫോണക്ക് എന്താ വിളിക്കുക? ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ഡിസ്കസ് നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 10 മുതൽ 12 വരെയാണ് ഇനി എടുക്കാനുള്ളത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് 10 to 12 ആട്ടോ. 11 കുറച്ച് വലിയ ചാപ്റ്റർ. അപ്പൊ നമ്മൾ നാളെ എന്ത് ചെയ്യാം, അത് മാത്രം സിംഗിൾ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട്. എന്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ. സോ അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ചാപ്റ്റർ ആണ്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് പ്രോസോഷ്യൽ ബിഹേവിയർ എന്നുള്ളതാണ്. ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നണത്? പറഞ്ഞോളി, നാണിക്കാനൊന്നുമില്ല.
എന്തെങ്കിലും മിണ്ടണില്ലല്ലോ. എന്താണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോ എന്താ? ഹലോ സിമ്പിൾ അല്ലേ? പറഞ്ഞോളി. ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നത് അതല്ലേ? ഒരു minute. എന്താ പറഞ്ഞേ? ഒരാൾക്ക് മറ്റുള്ളവരുടെ അട്രാക്ഷൻ തോന്നുക അങ്ങനെയല്ലേ? അട്രാക്ഷൻ തോന്നുക പറയുമ്പോ എന്താണ്? അവരുടെ ബിഹേവിയറില്, പെരുമാറ്റത്തില്, അതുപോലെ പോസിറ്റീവ് ഫീലിംഗ്, ദിയർ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഓരോ ബിഹേവിയർ മെത്തേഡിനനുസരിച്ചിട്ട് ഒക്കെ അവരോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു. ഞാൻ ചോദിച്ചതാണ് അട്രാക്ഷൻ തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു ഫിലിം സ്റ്റാറിനൊക്കെ മമ്മൂട്ടി മോഹൻലാലും കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നില്ലേ? നമ്മൾ ആയി തീരുന്നുള്ളത് അതല്ലേ? ഓക്കെ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ഒരു ആകർഷകത്വം. ആകർഷണം. ഓക്കെ, ആകർഷണം അക്സെപ്റ്റബിൾ ആണ്. ജെൻസി വേർഡ് നോക്കുകയാണെങ്കിൽ ഒരേ വൈബുള്ളവരോട് തോന്നുന്ന ഒരു ഫീലിങ്സ്. ഓക്കെ, അതാണ് കറക്റ്റ് വേർഡ്. ഫീലിംഗ് അല്ലേ? ഇപ്പോ നമ്മളെല്ലാരും മനുഷ്യന്മാരാണല്ലോ. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സെന്ന സാധനം ഉണ്ട്. എത്രയൊക്കെ സിഗ്മ മെയിലാണ് അല്ലെങ്കിൽ എത്രയൊക്കെ സിഗ്മ ആണെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാലും എല്ലാ ആളുകൾക്കും സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അല്ലേ? ഈ സാധനം ഇതൊരു ബേസിക് സൈക്കോളജിക്കൽ നീഡാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരാളെ ഇഷ്ടപ്പെടാനും ഒരാളെ പിന്നെ നമുക്ക് ഇഷ്ടം സ്വീകരിക്കാനും ഒക്കെ എന്താണ്? അതൊരു ബേസിക് സൈക്കോളജിക്കൽ നീഡാണ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും നമ്മുടെ ഫാമിലിയിലാണെങ്കിലും ഉമ്മാന്റെ അടുത്താണെങ്കിലും അമ്മ അച്ഛൻ അവരാരുടെ അടുത്താണെങ്കിലും നമ്മുടെ സിബ്ലിങ്സിന്റെ അടുത്താണെങ്കിലും ഇനി നമ്മളെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ വൈഫിന്റെ അടുത്താണെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ഇതൊക്കെ എന്താ പറയാ, രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള കണക്ഷനാണ് അല്ലേ? എല്ലായിടത്തും അവിടെ എന്താണ് ബന്ധം? അമ്മ അച്ഛൻ എന്നുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ്. രണ്ട് ബോഡിയാ. അപ്പം എന്താണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താണ് മറ്റൊരാളെ നമ്മളെ പിടിച്ചു നിർത്തുന്നത്? ഇപ്പൊ നമുക്ക് പല കൈൻഡ് ഓഫ് നമ്മളെ ചുറ്റുപാടിലും പല കൈൻഡ് ഓഫ് ആളുകൾ ഉണ്ടാകും. പക്ഷെ എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ആളുകളെയോടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫീലിങ്സ് ഇല്ല. വാട്ട് എവർ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ വരുന്നോ എല്ലാ കാര്യങ്ങളും എന്തില്ല, നമുക്കതിലില്ല. അപ്പം ബേസിക്കലി ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ററാക്ഷൻ എന്നുള്ളതിന്റെ അപ്പുറം വരുന്ന ഒരു സ്റ്റെപ്പാണ് അല്ലെ? നമ്മൾ കുറെ ആളുകളെ കാണുന്നു, കുറെ ആളുകളെ സംസാരിക്കുന്നു, കുറെ ആളുകളോട് പരിചയപ്പെടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ രണ്ടാളുകൾക്കിടയിലുള്ള ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ അങ്ങനെ കേട്ടോ, തമ്മിലിനേക്കാൾ നല്ലത് ഉപയോഗിക്കുന്നത് ഇടയിലാണ്. രണ്ടാളുകൾക്കിടയിലുള്ള ഒരു ഇഷ്ടം തോന്നൽ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ്. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഫീലിങ്സ്, അതാണ് നല്ല കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. അതിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇന്റർപേഴ്സണൽ അട്രാക്ഷനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നീഡ് ടു അഫിലിയേറ്റ് എന്ന് പറയുന്ന സാധനമാണ് അല്ലേ? അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും? ആഗ്രഹം ഉണ്ടാവും. അത് നമ്മുടെ ഉള്ളിൽ നീഡാവും അല്ലേ? ഇന്ന ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അതിനെയാണ് നീഡ് ടു അഫിലിയേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യന്മാർക്കും ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ അല്ലെങ്കിൽ മറ്റൊരാളോട് ഒരു ഇഷ്ടം തോന്നാൻ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കാൻ ഇത്തരത്തിലുള്ള ഒരു നീഡ്, പലതരത്തിലുള്ള സൈക്കോളജിക്കൽ നീഡ്, ബയോളജിക്കൽ നീഡ്, സോഷ്യോളജിക്കൽ നീഡ്, ഈ എല്ലാതും ചേർന്ന് വരുന്ന ഒരു സാധനമാണ് നമുക്കുണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരു ബയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ദാഹം ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാവും. ഈ സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം? ഭക്ഷണം വേണം അല്ലെങ്കിൽ വെള്ളം വേണം. അത് നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? നമുക്ക് നമ്മളെ ബയോളജിക്കൽ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് നമ്മോട് പറയുന്നതാണ്. അതുപോലെ വരുന്ന ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ വരുന്ന ഒരു മെന്റൽ നീഡാണ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ നീഡാണ് നീഡ് ടു അഫിലിയേറ്റ്.
അല്ലെ? നമ്മളെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ സ്വീകരിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഒരാൾ സ്നേഹിക്കാനും നമ്മൾ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാനും ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു ഫാക്ടർ ഉണ്ടാവുക എന്നുള്ള പറയുന്ന സംഭവം. ഇപ്പൊ എല്ലാ ആളുകൾക്കും ചിലപ്പോൾ മനുഷ്യന്മാരായിക്കൊള്ളുന്നില്ല. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഉണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട് സാറേ. ഇപ്പൊ ഓക്കെ. ഓക്കെ ആയോ? ഏതായാലും ഇനി സൗണ്ട് ബ്രേക്ക് ആവണ്ടേ പറയണേ. ഓക്കെ. അപ്പം അതാണ് നീഡ് ടു അഫിലിയേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രേക്കപ്പിലൂടെ പോയ ഒരാളെ കേട്ടിരിക്കാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക, അല്ലേ? അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ അഫിലിയേറ്റ് ചെയ്യാനുള്ള ഒരു നീഡാണ്. ഈ നീഡ് സാറ്റിസ്ഫൈ ആവുമ്പോഴാണ് ശരിക്കും അവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റൊരാളെ അതൊരു ഫാക്ടർ, നമുക്ക് ഉള്ളിൽ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത്. പിന്നെ ഈ നീഡ് ടു അഫിലിയേറ്റില് ഒബ്വിയസ്ലി ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് ഉള്ള ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ ഇപ്പൊ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പം ചില ആളുകൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരിക്കും, ചില ആളുകൾ ചിലപ്പോൾ ഒരുപാട് കേട്ടിരിക്കുന്ന ആളുകളായിരിക്കും. അപ്പം പലതരത്തിൽ ആളുകൾ ഡിഫറൻസ് ആണ്. ഇപ്പൊ ഇന്നെ അഫിലിയേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഖദീജനെ അഫിലിയേറ്റ് ചെയ്യാം, ചിലപ്പോൾ നിതനെ അഫിലിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവർക്കൊക്കെ എന്താ ഡിഫറൻസ് ഓഫ് അഫിലിയേഷൻ ഉണ്ടാകും. അത് പല ടൈപ്പ് ആയിരിക്കും ആളുകൾക്കനുസരിച്ചിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇമോഷൻ എന്ന് പറയും. ഇൻഫ്ലുവൻസ് ഓഫ് അഫക്റ്റീവ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ എങ്ങനെയാണ് അട്രാക്ഷനെ ബാധിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷനെ കുറിച്ച് പഠിച്ചു, ഇംപ്രഷൻ മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചു. ഇപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഒരാളുടെ ഒരു പ്രത്യേക ഇമോഷൻ ഉണ്ടാവും. ചില ആളുകളെ കാണുമ്പോൾ തന്നെ ഓക്കെ, ചില ആളുകളെ നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക, ചില ആളുകൾ നമ്മൾ ഓൾറെഡി ഇൻ കേസ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആളുകളിൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫാക്ടേഴ്സുകളിൽ എഫക്ട് ചെയ്യും. അതിൽ ഒന്നാമത്തെ ഉദാഹരണമാണ് നമ്മൾ ഇലക്ഷന്റെ സമയത്ത് കാണുന്ന പൊളിറ്റീഷ്യൻസ്. നമുക്ക് നല്ല ഇമോഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ, പോസിറ്റീവ് ഇമോഷൻസ് തോന്നുന്ന സ്ഥാനാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവരോട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഈ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്റത് റിലേഷൻഷിപ്പ് ആയിട്ട് എടുക്കരുത്, നമുക്കുള്ളിൽ തോന്നിയാൽ പറഞ്ഞില്ല ഒരു ഫീലിംഗ് ആണ്, ആ ഒരു സംഭവം തോന്നും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യും. ഇനിയിപ്പോ അതുപോലെ തന്നെ നമ്മൾ ചില സാധനങ്ങൾ ചില ഷോപ്പിൽ നിന്നേ വാങ്ങും, അപ്പുറത്തെ ഇപ്പുറത്തെ ഷോപ്പിൽ നിന്നൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങൂല. കാരണം എന്താ, നമുക്ക് നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഷോപ്പിലെ ആ സെയിൽസ് പേഴ്സന്റെ ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ, അല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പിൽ കസ്റ്റമേഴ്സിനെ കാണുന്ന ഒരു രീതി, ഒരു നല്ല രീതി, ഒരു പോസിറ്റീവ് ഇമോഷൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു ഹോസ്പിറ്റലിനോട് തോന്നുന്ന പ്രശ്നം, അത് പിന്നീട് എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിന്റെ പ്രിജുഡൈസിലാണെന്ന് എനിക്ക് തോന്നുന്നത്, പ്രിജുഡൈസിലോ ഡിസ്ക്രിമിനേഷൻ അവിടെ പറഞ്ഞതാണ്. ആ എക്സാമ്പിൾ ഇവിടെ എടുക്കാം. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറോട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനോട് തന്നെ ഒരു നെഗറ്റീവ് ഇമോഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു പേഴ്സണൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ അട്രാക്ഷൻ നമുക്ക് തോന്നൂല. അത് പിന്നെ ഡോക്ടറോടാണെങ്കിലും അത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല, അവരെ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാനോ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇമോഷൻ എങ്ങനെയാണ് അട്രാക്ഷനെ ബാധിക്കുക എന്നുള്ളത്. ഇനി വരുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്, അതായത് നമ്മളെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഇമോഷൻ ആണ്, രണ്ടാമത് പറഞ്ഞു നീഡ് ടു അഫിലിയേറ്റ് ആണ്. ഇനി വരുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ഒന്നാമത്തത് പ്രോക്സിമിറ്റി എന്ന് പറയും. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ദ മിയർ എക്സ്പോഷർ എഫക്ട്. ഓക്കെ, മിയർ എക്സ്പോഷർ എഫക്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കലി ക്ലോസ് ആയിട്ടുള്ള ആളുകൾ കുറച്ചും കൂടെ ഒക്കെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അതാണ് മിയർ എക്സ്പോഷർ എഫക്റ്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ഒരുപാട് തവണ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം അതെന്ത് ചെയ്യും, നമ്മളിൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ അതിലൊരു ഉദാഹരണം പറഞ്ഞ സംഭവമാണ്, ഇപ്പോ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസിന്റെ വീഡിയോസോ കോണ്ടന്റ്സോ അല്ലെങ്കിൽ പാട്ടോ പരിപാടിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ ഇപ്പം എനിക്കൊന്നും കുറച്ചുകൂടെ ഒക്കെ വ്ളോഗർമാരായിരിക്കും. ഇപ്പൊ നമുക്ക് തന്നെ അവരെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ അവരെ ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മളൊരു ഫാക്ടർ ആണെന്ന് നമുക്കൊരു തോന്നും. ഇപ്പോ ആരെങ്കിലും ഒക്കെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആളുടെ വ്ളോഗ് ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അയാളുടെ ഉണ്ടാവും. അപ്പൊ ചിലപ്പം അയാൾ സ്റ്റോറി ഇടുമ്പോൾ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ നമുക്ക് എന്തോ പേഴ്സണൽ ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. സോ അതാണ് ബേസിക്കലി മിയർ എക്സ്പോഷർ എഫക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ ആദ്യമായിട്ട് ഒരു കോളേജിൽ ചെന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് ഫസ്റ്റ് ദിവസം ക്ലാസ്സിലിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു 5-6 ദിവസം ഒരേ ആളൊപ്പം തന്നെ ആ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ
അവരോടായിരിക്കും നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആവുക അല്ലേ. ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഇതില്, പിന്നെ വേറെ പല സ്ഥലത്തും പോയി നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു കോളേജ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഹോസ്റ്റലിൽ ചിലപ്പോൾ എല്ലാവരോടും കമ്പനി ഉണ്ടല്ലോ, ഒരേ ക്ലാസ്സിൽ തന്നെയുള്ള എല്ലാവരായിട്ടും കമ്പനി ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് ഒരേ റൂമിൽ നിൽക്കുന്ന 2-3 ആളുകൾ ഭയങ്കര ക്ലോസ് ആയിരിക്കും. കാരണം അതെന്താ, അതൊരു എക്സ്റ്റേണൽ എഫക്റ്റ് ആണ്. നമ്മൾ പ്രോക്സിമിറ്റി എന്ന് പറയും അല്ലെ. പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ അടുപ്പം, എത്രത്തോളം ദൂരെയാണോ എത്രത്തോളം അടുത്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ആവുക. നമ്മൾ ഒരാളായിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, നമ്മളെ അകലാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതാണ് മിയർ എക്സ്പോഷർ എഫക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേതാണ് ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്. പൊതുവെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്ന സാധനം, ഇപ്പൊ ഇന്റെ മുഖം കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്റെ മുടി കണ്ടിട്ട്, ഇന്റെ താടി കണ്ടിട്ട്, അല്ലെങ്കിൽ ഇന്റെ നടത്തം കണ്ടിട്ട്, ഇന്റെ ഹൈറ്റ് കണ്ടിട്ട്, അങ്ങനെ ഇന്റെ ഫിസിക്കൽ അട്രാക്ഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുക, നമ്മളോട് ഇഷ്ടം തോന്നുക, ഒരു ലൈക്കിങ് തോന്നുക, ആളുകൾ നമ്മൾ നോക്കുക, ഒരു അട്രാക്ഷൻ വരിക. അപ്പൊ നമ്മളെ ഡ്രസ്സിങ് ആവാം, നമ്മളെ ബോഡി ലാംഗ്വേജ് ആവാം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ നടക്കുന്ന സ്റ്റൈൽ ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാം. അടുത്തത്, അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ബേസിക്കലി എക്സ്റ്റേണലും ഇന്റേണലും ഫാക്ടേഴ്സ് ആയിട്ട് നമ്മുടെ അട്രാക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ. ഇനി ഈ അട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതകളുള്ള മറ്റു കുറച്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് സിമിലാരിറ്റി അല്ലെ. നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മളെ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, നമ്മളെപ്പോലെ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മളെപ്പോലെ നടക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെപ്പോലെ എന്താ പറയാ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന. വോയിസ് ബ്രേക്ക് ആവുണ്ടോ? സാറ് വോയിസ് സൗണ്ട് ഡ്രോപ്പ് ബ്രേക്ക്. ആവുന്നുണ്ട് സാറ്. ഓക്കെ. സൗണ്ട് പിന്നെ അതുപോലെ ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. അഭിജിത്ത് വന്നില്ല അവിടെ? നവാഫ് ആരും വന്നില്ല. അപ്പൊ ഞാനെന്ത് നടന്നേ? എനിക്ക് ഇപ്പൊ എന്താ അവസ്ഥ? ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. അതേപോലെ സൗണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ ആ സാധനം ഇട്ടാൽ മതി കേട്ടോ, തംസ് ഡൗൺ. ഓക്കെ. അപ്പോ ഇപ്പൊ ഫസ്റ്റത്തെ ഇപ്പൊ ഈ 2 ഫാക്ടേഴ്സ് അല്ലാതെ വരുന്ന മറ്റു ഫാക്ടേഴ്സിൽ ഒന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു സിമിലാരിറ്റി അല്ലെ. നമ്മളോട് സാമ്യത തോന്നുന്ന ആളുകൾ, അത് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്റേണൽ സിമിലാരിറ്റി ആവാം, എക്സ്റ്റേണൽ സിമിലാരിറ്റി ആവും, എന്തും ആവാം. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയണേ, ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിൽ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാജ്യം വിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മലയാളീസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ്, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. യൂണിറ്റ് ഏതാ? അടിപൊളി. ഇത് മറ്റേ രാമായണം മൊത്തം വായിച്ചിട്ട് രാമനെ എപ്പടി സീത എപ്പടി. ശരി, യൂണിറ്റ് 10. മുനീർ ഹോസ്പിറ്റലിലാണല്ലേ? മുനീർ ഒന്ന് പ്രസന്റ് ചെയ്യേണ്ട ഒരാളായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് എല്ലാരും പ്രാർത്ഥിക്കുക. കിട്ടിയ യൂണിറ്റ് 10 ആണ് കേട്ടോ. ഓക്കെ. സോ അപ്പൊ നമ്മള് എക്സാമ്പിൾ ഇതിൽ കൊടുത്ത പോലെ തന്നെ അബ്രോഡിൽ എത്തിക്കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കേരളക്കാർ അല്ലെങ്കിൽ മലയാളീസ്, മല്ലൂസ്, മദ്രാസി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരും. അത് എന്താണ്? സിമിലാരിറ്റി എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി ആണ്. റെസിപ്രോസിറ്റി എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ലൈക്കിംഗ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുന്നത് മ്യൂച്വൽ ലൈക്കിംഗ്. നമുക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ തിരിച്ചിഷ്ടപ്പെടാൻ നമുക്ക് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ. ഞങ്ങൾക്കിപ്പം ഒരു ഉദാഹരണത്തിന് പറയാൻ ഖദീജയോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് വിചാരിക്കും. ഞാൻ ഖദീജ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് കറക്റ്റ് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഖദീജ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഓക്കെ. ഇപ്പൊ ചിലപ്പോൾ ചില ആളുകൾ നമ്മൾ വിചാരിക്കും ഓൾക്ക് ഇങ്ങോട്ട് കമ്പനി ആണെങ്കിൽ നമ്മളായിട്ട് കമ്പനി ആവണമെന്നൊരു മൈൻഡ് ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് ഓൾക്ക് ഇങ്ങോട്ട് കമ്പനിയായി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം അല്ലെ. അതിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ ഒരു ടീച്ചറിനെ കുറിച്ചിട്ട് ചിലപ്പം ഒരു കുട്ടിക്ക് ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും. ഇപ്പം മുനീർക്ക് ഭയങ്കര കംപ്ലൈന്റ്, ഈ സാധാരണ കോമഡിയാണ്, സിറ്റുവേഷനൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയിരിക്കും. ഞാൻ എന്ത് ചെയ്തു? പ്രസന്റേഷൻ കഴിഞ്ഞു. പ്രസന്റേഷൻ കഴിഞ്ഞ് ഞാൻ ഇതിന്റെ പ്രസന്റേഷൻ വെച്ചു. അപ്പൊ മുനീർക്ക് അല്ല സംഭവം കോമഡി ഒക്കെ പറയുന്നുണ്ടെങ്കിലും സാറ് അടിപൊളിയാണ്. അങ്ങനെ എടുത്തു. അതിനെയാണ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഒരാളുടെ വിടുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് തിരിച്ചെന്ത് വേണം? അയാൾ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സാധനം വരും. അതെ. അപ്പൊ അതാണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ.
അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുള്ള ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ എന്താന്ന് പറഞ്ഞു. ഈ അട്രാക്ഷന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അട്രാക്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് 3 രീതികളാണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതർ ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്നാണ്. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? വേറെ പേര് വെച്ചെന്ന് പറയും. ഈ പ്രോ സോഷ്യൽ ബിഹേവിയർ ഒക്കെ സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ? ഞാനൊരു ക്ലൂ തരാം. എന്താ ആന്റി സോഷ്യൽ ബിഹേവിയർ? അതൊന്ന് പറയാമെങ്കിൽ വാട്ട് ഈസ് ആന്റി സോഷ്യൽ ബിഹേവിയർ? സോഷ്യൽ ആയിട്ട് നല്ല കാര്യങ്ങളോട് എതിർത്ത് ചെയ്യുന്ന, അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന പ്രവർത്തികളല്ലേ? സോഷ്യൽ ആയിട്ട് നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തില് തിന്മകള് ചെയ്യുന്ന കുറ്റകൃത്യങ്ങള് അതുപോലുള്ളതെല്ലാം ചെയ്യുന്ന. അതൊരു ആൻസർ ആണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങൾ. സമൂഹത്തില് നന്മയില്ലാതെ തിന്മയിലേക്ക് പോകുന്ന ആ ഒരു സ്വഭാവം അതായിരിക്കും അല്ലേ? അത് ഒരു ഫാക്ടറാണ്. നമ്മളെ സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുക. സമൂഹത്തിൽ നിയമങ്ങളൊന്നും പാലിക്കാതെ. അതാണ് ആൻസർ. അതായത് എല്ലാ സമൂഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ഹാൻഡ് റൈസ് ചെയ്ത് എന്തെങ്കിലും പറയാനോട് ചോദിക്കാൻ. മറ്റേതാണ് ഇന്നത്തെ പോലെ അനിയേജ് എന്ന് പറയാൻ. ബേബി അതറിയാണ്ടായത് പോയതാ. അപ്പൊ ആന്റി സോഷ്യൽ അന്ന് ഞാൻ അടുത്ത ചോദ്യം കഴിഞ്ഞില്ല. ആന്റി സോഷ്യൽ ബിഹേവിയർ ഞാൻ പറയാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. അപ്പൊ എന്താണ് പ്രോ സോഷ്യൽ ബിഹേവിയർ? സമൂഹത്തിൽ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണോ? നല്ല പ്രവർത്തനങ്ങൾ, സമൂഹങ്ങൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് പ്രോ സോഷ്യൽ ബിഹേവിയറിന്റെ. ഓക്കേ ഓക്കേ. സമൂഹത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സമൂഹത്തിലെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയാണോ? അതിൽ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ പണിയെടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റിവാർഡ് എക്സ്പെക്ട് ചെയ്യാതെ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അതാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലേ? സമൂഹത്തിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ നന്മ ചെയ്യുക അല്ലെങ്കിൽ സാമൂഹിക ഉപകാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിതൗട്ട് എക്സ്പെക്ടിങ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്ടർ. ഇപ്പൊ പണിയെടുക്കാനും ചെയ്യാനും കുറെ ആളുകളുണ്ട്. പക്ഷെ അവർ റിവാർഡ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ്. പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പ്രളയം വന്ന സമയത്ത്, കരിപ്പൂർ വിമാനത്താവളം വന്ന സമയത്ത്, ഇപ്പൊ കരിപ്പൂർ വിമാനത്താവളമാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതാണ്. കരിപ്പൂർ വിമാനത്താവളം നടക്കുന്ന സമയത്ത് ഒരേ സമയം കോവിഡിന്റെ പ്രശ്നമുള്ള സമയമാണ്. അതുപോലെ തന്നെ പല ഈവൻ ഫയർഫോഴ്സ് പോലാണ് കിടക്കാത്ത ഒരു സമയം. കാരണം എയർപ്ലെയിൻ ആണ്, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എക്സ്ട്രാ ടാസ്ക് ഉണ്ടാകും ഒന്നും അറിയില്ല. പക്ഷെ ആ സമയത്ത് ആളുകൾ വന്നിട്ട് അവിടുന്ന് ബോഡി മാറ്റുന്നു, ആളുകളെ രക്ഷിക്കുന്നു. അത് ഒരു വളണ്ടിയറി ആക്ഷൻ ആണ്, അല്ലെ? വളണ്ടിയറി ആക്ഷൻ ആണ്. പക്ഷെ അവിടെ എന്തില്ല, ആരും ഇമ്മീഡിയറ്റ് ആയിട്ട് റിവാർഡ് എക്സ്പെക്ട് ചെയ്യില്ല. ആരെങ്കിലും ഞാൻ പത്രത്തിൽ വരും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ വരും എന്ന് വിചാരിച്ചാൽ നമ്മൾ സഹായിക്കുന്നത് എന്താ? അപ്പം ഇതാണ് ബേസിക്കലി പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോ സോഷ്യൽ ബിഹേവിയർ എല്ലാവരും പറഞ്ഞ ആൻസറിനൊക്കെ നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാം. ആഡ് ചെയ്യണം വിതൗട്ട് എക്സ്പെക്ടിങ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ് എന്ന ആ സംഭവം ആഡ് ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതൊരു പ്രോ സോഷ്യൽ ബിഹേവിയർ ആകുന്നത്. ബേസിക്കലി പ്രോ സോഷ്യൽ ബിഹേവിയറിന് മെയിൻ ആയിട്ട് വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ ആണ്, അല്ലെ? നമുക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ആ ഒരു ബിഹേവിയർ തരില്ല. നമുക്കിപ്പം പൊതുവെ
എല്ലാവരും മലപ്പുറം ജില്ലയിൽ പറയുന്ന ഒരു സംഭവമാണ് സ്റ്റാൻഡ് തട്ടാതെ വരെയാണ് 100 മീറ്റർ പോലും ബൈക്ക് ഓടിച്ച് പോകുക എന്നുള്ളത്. അതെന്തുകൊണ്ടാ? അത് ഒരു മോട്ടിവേഷൻ, നമുക്കത് പറയണം അല്ലെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി, ആ ഒരു മെന്റാലിറ്റി വരണം എന്നുള്ളത് ആ ഒരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ബേസിക് ആയിട്ട് ഒരു സാധനമാണ്. അപ്പം ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തില്ല, ആൾട്രൂയിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് സഫർ ചെയ്യുന്ന ഒരാളുടെ സഫറിങ് കുറക്കാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അയാളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആൾട്രൂയിസം ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു അർത്ഥത്തിൽ എമ്പതി എന്നൊക്കെ പറയാം അല്ലെ? സിമ്പതി എമ്പതി നമ്മുടെ വ്യത്യാസം എന്താ അറിയോ? സിമ്പതി എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ഇങ്ങനെ അയ്യോ പാവം അങ്ങനെ ഒരു തോന്നല്. എമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ അവര് എന്താണ് അതിലൂടെ നമ്മൾ ജീവിച്ച് ആ ഒരു ഫീല്. ഒന്ന് സഹതാപം, ഒന്ന് അവരിൽ ഒരാളായിട്ട് ഒന്ന് സഹതാപം തോന്നാം സിംപ്ലി. മറ്റേതാകുമ്പം അവരിൽ ഒരാളായി നിന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണോ? അറിയില്ല. ഞാൻ ചെറിയൊരു ഉപയോഗിക്കട്ടെ. സിമ്പതി എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? സിമ്പതി എന്ന് പറഞ്ഞ സാധനം എക്സ്റ്റേണൽ ആയിരിക്കണം, എമ്പതി ഇന്റേണൽ ആയിരിക്കും. എമ്പതി ഇന്റേണൽ ആണ്. എമ്പതി സിമ്പിളായിട്ട് അങ്ങനെ പഠിച്ചിട്ടാണ്. എമ്പതി ഇന്റേണൽ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പുറത്തെ ഒരാളെ മനസ്സിലാക്കി, ഉള്ളോടെ മനസ്സിലാക്കിയിട്ട് അയാളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എമ്പതി. സിമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യും അല്ലേ? ഇപ്പൊ ഒരാൾക്ക് എന്തില്ല, നല്ല വീടില്ല, നമുക്ക് സിമ്പതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നിനക്ക് വീടില്ലാത്തതുകൊണ്ടാണ് നമ്മളെ താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ചെറിയ പൈസ തരുന്ന സംഭവം നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അതാണ് സിമ്പതി എന്തെങ്കിലും നമ്മൾ വ്യത്യാസം. ഒന്ന് ഇന്റേണൽ ആണ്, ഒന്ന് എക്സ്റ്റേണൽ ആണ്. അപ്പം എമ്പതിയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസോഷ്യൽ ബിഹേവിയർ. ഒരാളിൽ ഒരു പ്രോസോഷ്യൽ ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെ മോട്ടിവേഷൻസ് ആണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഫസ്റ്റ് ഒന്നാമത്തെ ഒരു കാര്യമാണ് എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ്. ഓക്കെ, എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ്. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇന്ത്യയിലെ ഒരാളുടെ കൂടെ നിൽക്കാനും അയാളുടെ കൂടെ സഹായിക്കാനും അയാളെ ചേർത്ത് നിർത്താനുള്ള ഒരു മെന്റൽ ഇന്ത്യയിലെ സാധനമാണ് എമ്പതി. ആൾട്രൂയിസം എന്ന് പറയുമ്പോൾ സഹായങ്ങളോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ പ്രതീക്ഷിക്കാതെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റിയാണ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. സോ എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ ഒരാളോട് എമ്പതി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ എമ്പതിയുടെ പുറത്ത് വരാൻ ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം, മറ്റാളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും എന്തായാലും പൊതുവെ ആളുകളൊക്കെ ഈ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടിരിക്കുമല്ലോ. ഈ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ടിരിക്കുന്നതിൽ ഭയങ്കര എമ്പതിക്ക് ആയിട്ട് കേട്ടിരിക്കുന്ന ആളുകൾ ആരായിരിക്കും? വൺസ് എന്തെങ്കിലുമൊക്കെ ബ്രേക്കപ്പ് കിട്ടിയ ആളുകളായിരിക്കും. കാരണം എന്താ, അവർക്ക് ഈ സാധനം ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ആ പെയിന് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുന്നെങ്കിൽ ഒരാളെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇപ്പൊ ഈ പറയുന്ന മോട്ടിവേഷൻ എന്തായിരിക്കാം? ഈ പറയുന്ന എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് ആയിരിക്കാം. കാരണം നമുക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടാകുന്ന ഫിയർ അല്ലെങ്കിൽ ആ ഒരു പെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് ഓൾറെഡി നമുക്ക് കരുത്തതാണ്. സോ അപ്പൊ അത് അവർക്കും ഉണ്ടാവരുത് എന്നുള്ളത് അല്ലെങ്കിൽ ആ സ്ട്രേഞ്ചറിനും ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ സഹായിക്കുന്നത്. അപ്പൊ പ്രോസോഷ്യൽ ബിഹേവിയർ ഉണ്ടാകാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസ് ആണ്. ഇനി രണ്ടാമത്തേത് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയും. നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ ബഹുമാനും കെൻഡ്രിക്കും കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നേരെ എമ്പതി ആൾട്രൂയിസം ഹൈപ്പോത്തസിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരാളോട് നമുക്ക് നമ്മളോട് തന്നെ ഗിൽറ്റ് തോന്നും, ഞാൻ അയാളെ സഹായിച്ചില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് സങ്കടം തോന്നും, ഞാൻ അയാളെ സഹായിച്ചില്ല, ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ള ഒരു ഗിൽറ്റോ സാഡ്നെസ്സോ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ സഹായിക്കും. ഓക്കെ, ഇപ്പൊ കണ്ടിട്ടൊക്കെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നമുണ്ട്, അപ്പൊ എനിക്ക് ഇതിന്റെ അടുത്ത് കുറെ പൈസ വിചാരിക്കാം, അപ്പൊ ഇതിന്റെ അടുത്ത് കുറെ പൈസ എന്റെ മനസ്സിലാണ് തോന്നുന്നത്, കുറെ പൈസ ഉണ്ടായിരിക്കും, കുറെ സഹായിച്ചില്ല അല്ലെ? അത് എത്രത്തോളം പോസിറ്റീവായിട്ട് കിട്ടുവാണെന്ന് രണ്ടാമത്തെ കാര്യമാണ്. അതിനെയാണ് എന്ന് പറയുന്നത് അതൊരു മോട്ടിവേഷൻ ആണ്. നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ എന്താണ്? പ്രോസോഷ്യൽ ബിഹേവിയർ ആണ്. സോ ആ ഒരു ബിഹേവിയർ ഉണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ ആണ് എന്ത്? നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ. അത് മറ്റൊന്നും തന്നെ പഠിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് സ്റ്റേറ്റ് സാറ് നേരത്തെ പറഞ്ഞില്ലേ എമ്പതി ആൾട്രോയിസം എന്ന് പറഞ്ഞ സാധനം,
അത് നമ്മള് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത നമുക്ക് ഉണ്ടായ ഫീലിങ്സ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് തോന്നുന്നതാണോ? മീൻസ് മനസ്സിലായോ സാറിന്? അത് സാറെ ആ അങ്ങനെ മാത്രല്ലല്ലോ എല്ലാതെയും സംഭവിക്കൂലേ? ആ എമ്പതി പോലെ തന്നെ വരുന്ന സാധനല്ലേ? എമ്പതി ഇപ്പൊ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യമാണെങ്കിലും നമുക്ക് ചിലപ്പോ ഇപ്പൊ നമുക്കിപ്പോ ഗാസയിലത്തെ യുദ്ധമൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടവും ഫീലിങ്സ് ഒക്കെ ഉള്ളെന്ന് വരുന്നത്. അപ്പോ അതേപോലെ തന്നെ മറ്റ് ഇപ്പം പറഞ്ഞ സാറേ സാർ ഇപ്പൊ ഈ ഗസല് കാര്യം പറഞ്ഞിരുന്നില്ലേ? അപ്പൊ അത് സിമ്പതി അല്ലേ വരുവാ? കാരണം നമുക്ക് അവരോട് കാരണം എമ്പതി വരുന്നുണ്ടെങ്കിൽ നമുക്കുള്ളിൽ അവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യണ്ടേ? അപ്പോഴല്ലേ അത് എമ്പതിയായി മാറുള്ളൂ.
അതുകൊണ്ടാണ് എമ്പതി ഇന്റേണൽ ആണ്, സിമ്പതി എക്സ്റ്റേണൽ ആണെന്ന് പറയുന്നത്. സിമ്പതി വരുന്ന ആളെ ആക്ട് ചെയ്യും, അതായത് പുറത്തൊരു എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കും. ഇപ്പൊ ഞാൻ പറയല്ലേ, എനിക്ക് എന്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ സിമ്പത്തറ്റിക്കലി ആണ് എനിക്ക് ഫിനാൻഷ്യൽ അഡ്വൈസ് എന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പൈസ ഓഫർ ചെയ്യും. അതാണ് നമ്മൾ എക്സ്റ്റേണൽ, സിമ്പതി എക്സ്റ്റേണൽ ആണ്, എമ്പതി ഇന്റേണൽ ആണെന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. പ്രൊസീഷ്യൽ ബിഹേവിയറിന്റെ നമ്മൾ പറഞ്ഞ പ്രൊസീഷ്യൽ ബിഹേവിയർ ഉണ്ടാകുന്ന ഒരുപാട് മോട്ടിവേഷൻസ് നമുക്ക് വേണം. അപ്പോൾ ഒന്ന് പറഞ്ഞത് എമ്പതി ആൾട്രൂയിസം ഹൈപ്പോതെസിസ് ആണ്. രണ്ടാമത് പറഞ്ഞത് നെഗറ്റീവ് സ്റ്റേറ്റ് ബിലീഫ് ആണ്. നമ്മൾ പറഞ്ഞ നെഗറ്റീവ് സ്റ്റേറ്റ് നമ്മുടെ ഉള്ളിൽ ഒരു നമുക്ക് ഒരു ഗിൽറ്റ് തോന്നുന്നു, ഒരു സാഡ്നസ് തോന്നുന്നു, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനൊരു റിലീഫ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മൾ അപ്പത്തിലാണ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഗസലെ വാർത്തകൾ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സങ്കടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം കണ്ടതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാനിപ്പോ ഒന്നും ചെയ്യില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അവരെ സഹായിക്കാം, അല്ലെങ്കിൽ അവർക്ക് ചാരിറ്റിയിൽ ഡൊണേറ്റ് ചെയ്യാം. അതെന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ് റിലീഫ് മോഡൽ എന്ന് പറയും. അതൊരു ഉദാഹരണം. ഓക്കെ, പിന്നെ അടുത്തതാണ് എമ്പത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എമ്പത്തിക് ജോയ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കും. ഇപ്പൊ ഇന്റെ വേദന എന്താണെന്ന് പറയില്ല, പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കുമ്പോൾ അയാളെ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, എനിക്കൊരു പ്രഷർ, അങ്ങനത്തെ ആളുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ചില ചാരിറ്റി കാണുകയാണ്, ചില ട്രസ്റ്റൊക്കെ നടത്തുന്നവർ അങ്ങനെയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് സന്തോഷം ഉണ്ടോ, നമ്മളിത് ചെയ്യാം. അതിനപ്പുറത്തേക്കൊന്നും ചിന്താത്ത ഒരാൾ ആ ബിഹേവിയർ അല്ലെങ്കിൽ അത്തരം പോസിറ്റീവ് ബിഹേവിയറിന്റെ പിന്നിലെ മോട്ടിവേഷൻ പറയുന്നതാണ് എമ്പത്തിക് ജോയ് ഹൈപ്പോത്തസിസ് പറയുന്നത്. എമ്പത്തിക് ജോയ് ഹൈപ്പോത്തസിസ് അപ്പുറത്ത് നിൽക്കുന്ന നമ്മൾ എമ്പത്തിക്കലി മനസ്സിലാക്കി അവരുടെ ജോയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പോസിറ്റീവ് ബിഹേവിയർ പുറത്ത് കാണിക്കുക. അതാണ് എമ്പത്തിക് ജോയ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നാലാമതാണ് കോമ്പറ്റീവ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പറ്റീവ് ആൾട്രൂയിസം എന്ന് പറയുമ്പോൾ ഇപ്പൊ പൊതുവെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ സഹായിക്കാം. ഇപ്പൊ പൊതുവെ ആളുകൾ ഇങ്ങനെ പറയുന്നു, മറ്റേ ഹാജി എത്ര കൊടുത്തു, 50,000 ചാരിറ്റിയിൽ കൊടുത്തു. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി, ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ പബ്ലിക്കില് ചാരിറ്റി ചെയ്യും. ഇപ്പൊ ചില സെലിബ്രിറ്റീസ് ചെയ്യുന്ന ചാരിറ്റീസ് എല്ലാവരും ഞാൻ പറയില്ല, അപ്പൊ ചില ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് ടിആർപിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് കോമ്പറ്റീവ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. അതായത് ഫീൽഡിനെ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ആൾട്രൂയിസം പുറത്ത് കാണിക്കാം. എനിക്ക് നിങ്ങളെ അടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ട്. പക്ഷെ എന്തിന്റെ പുറത്താണ്? എനിക്ക് റെസ്പെക്ട് വേണം, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ വേണം, സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് വേണം. അതിനെയാണ് കോമ്പറ്റീവ് ആൾട്രൂയിസം എന്ന് പറയുന്നത്. അടുത്തതാണ് കിങ് സെലക്ഷൻ തിയറി എന്ന് പറയും. ഓക്കെ, കിങ് സെലക്ഷൻ തിയറി എന്ന് പറയുമ്പോൾ നമ്മള് കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റീവ് ആണ് അർത്ഥം. അതായത് നമ്മുടെ ചോര, നമ്മുടെ ബന്ധം, നമ്മുടെ രക്തം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിനാണ് കിങ് പറയുന്നത്. കിങ് സെലക്ഷൻ തിയറി ആ പേര് തന്നെ മനസ്സിലാക്കുക. സ്ട്രേഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് പേഴ്സണലി അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ബന്ധമുള്ള നമ്മുടെ സ്വയപ്പെട്ട ആളുകളെ സഹായിക്കാം. ഓക്കെ, അതിനെയാണ് കിങ് സെലക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, ഇപ്പോ ഒരു പുഴയ്ക്ക് രണ്ടെണ്ണം എടുത്തു ചാടിയിൽ ഒന്ന് നമ്മുടെ സ്വന്തം സഹോദരനാണ്, ഒന്ന് നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പം കിങ് സെലക്ഷൻ തിയറി വെച്ചിട്ടുള്ള മോട്ടിവേഷൻ അയാളുടെ തലച്ചോറിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ആദ്യം അയാളുടെ ബ്രദറിനെ സഹായിക്കാനാണ് പുഴയിലേക്ക് ചാടുന്നത്. ഓക്കെ, അതാണ് ബേസിക്കലി കിങ് സെലക്ഷൻ തിയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഠിക്കാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ആയിട്ട് എന്തായാലും നിർബന്ധം പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അടുത്തതാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ബൈസ്റ്റാൻഡർ എഫക്റ്റ്. വോയിസ് ബ്രേക്ക് ആവുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്. എന്തായി പോയോ? ചാർജ് ഇല്ലേ? ഇല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്?
ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇനി അടുത്തത് പഠിക്കാൻ പോണ സംഭവം വെച്ച് കഴിഞ്ഞാല് പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ഇല്ല സർ, സ്ലൈഡിൽ. ഇല്ലല്ലേ? ഒരു മിനിറ്റ്. പ്രസന്റേഷൻ ഫോണ് നേരത്തെ വെച്ചു കൊടുത്ത് നോക്ക്. പ്രസന്റേഷൻ പോയി, എനിക്ക് കാണില്ല. ഓഫ് ആയിട്ടില്ലല്ലോ നോക്ക്. കണക്റ്റഡ് ടു ഡിവൈസ് കാൺ പ്രൊവൈഡ് ഇന്റർനെറ്റ്. നെറ്റ് ഓഫ് ആണോ? മിനിറ്റ്. വന്നു. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ? കാണുന്നില്ലേ? ആ സർ, കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. സോ ഇനി പഠിക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയും. ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ സഹായിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ അയാൾക്ക് ഹെൽപ്പ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് ഡിസിഷൻ നമ്മുടെ മൈൻഡ് എടുക്കുന്ന സഡൻ ഡിസിഷൻ ആണ്. ഈ ഇഫക്റ്റിനെയാണ് ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ഹെൽപ്പിംഗ് ബിഹേവിയർ. ഈ ഹെൽപ്പിംഗ് ബിഹേവിയർ 5 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഡിസിഷനിൽ എത്തുന്നത് എന്നുള്ളതാണ് ലാറ്റനെ ഡാർലെ പ്രപ്പോസ് ചെയ്ത ഈ ഒരു ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പറയുന്നത്. ഓക്കെ, സോ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒരാളുടെ മൈൻഡിലേക്ക് വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ നമ്മൾ ഒരു അങ്ങാടിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് കണ്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ആൾക്കൂട്ടം നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ അൺയൂഷ്വൽ ആയിട്ട് വീണ് കിടക്കുന്നത് നമ്മൾ നോട്ടീസ് ചെയ്യും. സോ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം, അത് എസ് ആക്കാം, അല്ലെങ്കിൽ അത് നോ ആക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾക്ക് അവിടേക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, എസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യാം. എസ് ചൂസ് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു, നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഹെൽപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നു. അപ്പൊ അവിടെ എസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകും. നോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യൂല. ഇനി എസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലെത്തും. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്, നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണോ അല്ലേ, നമ്മളൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സംഭവം കണ്ടു, പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എമർജൻസി സിറ്റുവേഷൻ ആണോ അല്ലേ എന്നുള്ള സംഭവം നോക്കും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ എസ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് പോകും. അവിടെ നമ്മൾ നോ ആണെങ്കിൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യൂല. തേർഡ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നടു റോട്ടിൽ ഒരാൾ വീണ് കിടക്കുക അല്ലെങ്കിൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ നമ്മളിങ്ങനെ മനസ്സിൽ അസ്യൂം ചെയ്യും. എസ് എന്നാണെങ്കിൽ ആ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഫോർത്ത് സ്റ്റേജിലേക്ക് പോകും. അപ്പം അവിടെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും. എങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് എന്ത് ചെയ്യും, നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്നു, എന്നാൽ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ മൈന്യൂട്ട് സെക്കൻഡ്സിൽ നടക്കുന്ന, നമ്മൾ കൊഗ്നിറ്റീവിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു എഫക്റ്റിനെയാണ് ബേസിക്കലി ബൈസ്റ്റാൻഡർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഹെൽപ്പിംഗ് ബിഹേവിയർ ഒരാളിൽ ഉണ്ടാവാൻ 5 സ്റ്റേജുള്ള ഒരു മോഡൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 5 സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷൻ ആണോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. മൂന്നാമത്തത് അവിടെ നമുക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് അസ്യൂം ചെയ്യുന്നു.
നാലാമത്തത് ഹെൽപ്പ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കുന്നു. അഞ്ചാമത്തത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡിസിഷൻ എടുക്കുന്നു. അപ്പൊ ഇതാണ് കണക്ഷൻ പോയിന്റ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് പ്രോസോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് തന്നെയാണ്. അതിലെ പ്രോസോഷ്യൽ ബിഹേവിയർ നമ്മൾ ലാറ്റിനെയും ഡാർവിനും കൊണ്ടുവന്നിട്ടുള്ള പ്രൈസ് ആൻഡ് ഇഫക്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത നമ്മൾ പറയാന്ന് വെച്ചാൽ പ്രോസോഷ്യൽ ബിഹേവിയറിന്റെ കുറച്ച് ഫാക്ടേഴ്സ് ആണ്. പ്രോസോഷ്യൽ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് സിമിലാരിറ്റി വിത്ത് വിക്ടിം എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വിക്ടിം ആരാണ്, അയാള് നമ്മൾ എത്രത്തോളം സിമിലർ ആയിട്ട് തോന്നുന്നു. ചിലപ്പോൾ നമ്മൾ രാജ്യമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം, നമ്മൾ വിശ്വസിക്കുന്ന ഗ്രൂപ്പായിരിക്കാം, പിന്നെ എന്തോ ആവാം. വിക്ടിമായിട്ട് നമ്മൾ സിമിലാരിറ്റി എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള പ്രോസോഷ്യൽ ബിഹേവിയർ ബിൽഡ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത് ആട്രിബ്യൂഷൻ അപ്പോൾ വിക്ടിം സഫർ. അതായത് വിക്ടിം ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്താണോ സഫർ ചെയ്യുന്നത്, അതിലെന്ത് ചെയ്യും, അതിനെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യും. അതായത് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ ഒരു ബാഗിനെ അനുഭവിക്കാൻ ഇറങ്ങാനല്ല എന്ന് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഡ്രഗ് ഡ്രൈവർ ആക്സിഡന്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ലോറിക്കാരനല്ല ആദ്യം ഹെൽപ്പ് ചെയ്യാൻ പോകും. മറിച്ച് എന്താണ്, ആരാണ് വിളിച്ചത് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പോകും. കാരണം നമ്മള് ഇടിച്ചാള് തെറ്റുകാരനാണ് അല്ലേ, ഇടിച്ചാള് തെറ്റുകാരനാണ്, പക്ഷെ മറ്റാള് എന്തല്ല അതെന്താ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മള് മറ്റേ ആളിനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. മൂന്നാമത്തെ കാര്യമാണ് പ്രോസോഷ്യൽ മോഡലിംഗ്. പ്രോസോഷ്യൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ അതായത് മറ്റുള്ള ആളിനെ ഹെൽപ്പ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് പ്രോസോഷ്യൽ മോഡലിംഗ് പറയുന്നത്. ഇപ്പോ പുറത്ത് സ്റ്റേറ്റ് പെർഫോമൻസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 10 സെക്കൻഡ് സഹായിക്കുന്ന പൈസ യാചിക്കുന്ന ആളുകൾക്ക് 10 രൂപ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ കൊടുക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. അതാണ് പ്രോസോഷ്യൽ മോഡലിംഗ് പറയുന്നത്. നാലാമതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന സാധനം, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ബ്ലഡ് ഡൊണേഷനൊക്കെ പോകുന്ന സമയത്ത് പൊതുവെ പറയുന്ന കാര്യം, അതായത് ഇന്നിപ്പോ നമ്മൾ വേണ്ടിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ആരെങ്കിലും തരും. അതെന്തിനെ പുറത്താണ്, എന്തിനെ പുറത്തേക്ക് നമ്മൾ സൂചിപ്പിക്കുകയാണ്, അത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് നമ്മൾ ആരെങ്കിലും ചെയ്താൽ നാളെ നമുക്ക് ആരെങ്കിലും ചെയ്യപ്പെടുന്ന ഒരു ഫീലിംഗ്. പിന്നെ ലാസ്റ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് കണക്ഷൻ വിത്ത് സൊസൈറ്റി എന്ന് പറയും. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് കണക്ഷൻ വിത്ത് സൊസൈറ്റി സ്വാഭാവികമായിട്ട് നമ്മൾ സോഷ്യലി എത്രത്തോളം ആളുകളേക്ക് ഇന്ററാക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതിലേക്ക് നമ്മളെ അത്തരം ഒരു ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ബേസിക്കലി 2 ചാപ്റ്ററാണ് ബാക്കിയുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇനിയിപ്പോ 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കഴിയാനുള്ളത്. ആ 2 ചാപ്റ്ററും ഗ്രൂപ്പ് ഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നാളത്തെ ഒരു ലാസ്റ്റ് ക്ലാസ്സും കൂടി നമ്മൾ ചെയ്യും 2 ചാപ്റ്ററിൽ എൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, നാളെ പ്രസന്റേഷൻ ഉണ്ടാവും. ഇന്ന് ഞാൻ ചെറിയൊരു വർക്കാണ്, ചെറിയൊരു വർക്കാണ് ഇന്ന് മാനേജ് ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ഫസ്റ്റ് എഴുതുക എന്താണ് സംഭവിച്ചത്, ഫസ്റ്റ് എഴുതുക എന്താണ് സംഭവിച്ചത്, അതായത് ഹിസ്റ്റോറിക്കൽ ലെവലിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് 11ാമത്തെ ചാപ്റ്റർ, അതായത് 11ാമത്തെ ചാപ്റ്റർ നല്ല വലുതാണ്. അതൊന്നും എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് ചാപ്റ്റർ വായിക്കണം. നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വായിക്കണമെന്നില്ല, നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വായിക്കണം. അറ്റ്ലീസ്റ്റ് എഡിറ്റിംഗ് അറിയാം. അപ്പം എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ സെപ്പറേറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് ഐഡിയ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ചില ടേമുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, കാരണം നമ്മള് 2 ചാപ്റ്റർ കുറച്ച് വലുതാണ്, നമുക്ക് എല്ലാം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ക്ലാസ്സിൽ 2 ചാപ്റ്റർ പിന്നെ പ്രസന്റേഷൻ ഉണ്ടാകും നാളെ. പിന്നെ നാളെ പ്രസന്റേഷൻ ആരും എഴുത റെഡിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 10ന്റെ പ്രസന്റേഷൻ എടുക്കാം. അത് റെഡിയല്ല. എന്നാ ഓക്കെ, ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, പ്രസന്റേഷനിലോ ക്ലാസ്സിലോ?
വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? മിക്കവാറും നാളെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഉണ്ടാവുക. ശേഷമുള്ളതൊക്കെ ഗ്രൂപ്പിലൂടെ പറയും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നാളെ ആയിരിക്കും നമ്മുടെ മാക്സിമം നാളെ തന്നെ ആയിരിക്കും ലാസ്റ്റ് ക്ലാസ് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലേറ്റ് ആയിട്ട് അവസാനിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സർ ഈ ഒരു ബിഗ് ചാപ്റ്റർ വൺ ഡേനെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അത് അറിയാൻ സിമ്പിൾ ചാപ്റ്റർ ആണ്, വലിയ ചാപ്റ്റർ ആണ് സിമ്പിൾ ആണ്. നാളെ ക്ലാസ്സിൽ വരുന്ന 11ാമത്തെ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. 11ാമത്തെ ചാപ്റ്റർ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കാര്യങ്ങൾ സമ്മതിക്ക് അല്ലെങ്കിൽ ഈ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കാൻ കുഴപ്പമില്ല. പിന്നെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കും. അതാവുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് കണക്ട് ആക്കും. ഓക്കെ, കുറച്ച് മുന്നേ സൂസൈഡ് ഡേനോടനുബന്ധിച്ച് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടേനു. അപ്പോൾ അതിന്റെ റിസൾട്ട് നെക്സ്റ്റ് വെബിനാറിൽ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇതല്ലേ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാറ് കഴിഞ്ഞ ആഴ്ച പോയ സംഭവങ്ങളൊക്കെ സൂപ്പറായോ?